ഈ ബയോട്ടോറി കുടുംബാംഗങ്ങളെ, നമ്മൾ സൂം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് കടക്കാം. ഓക്കെ, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, തണുപ്പ് പിടിച്ചിട്ട്. എന്തായാലും എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയാണ്. 2.5 വർഷമായി ഈ ബയോട്ടോറി എന്ന കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നു. നല്ല റിസൾട്ടുകൾ ലഭിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ കൊടുത്ത പ്രോഡക്റ്റുകൾ എല്ലാവർക്കും നല്ല റിസൾട്ട് നൽകിയതും കൊണ്ടുമാണ് ഞാൻ ഈ കമ്പനിയിൽ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വെൽനസ് മേഖലയിൽ ഒരു പുത്തൻ പ്രതീക്ഷ നൽകി വരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. രോഗങ്ങൾ വന്നിട്ട് ഉപയോഗിക്കുന്നതിനല്ല, രോഗങ്ങൾ വരാതിരിക്കുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനിയും വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ നമ്മുടെ ദീർഘവീക്ഷണമുള്ള CMD ഡോക്ടർ സാഗർ ജോഷി സാറ് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റ് മാറ്റേഴ്സിന് പുറമെ അൾട്രാബെറി ജ്യൂസ്, മോർ പവർ, ഗീർ പശുവിന്റെ നെയ്യ്, അതിന് സീബക്ട്രോണിന്റെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ എന്നിവ എടുത്തു പറയേണ്ടതാണ്. ഇതിനു പുറമെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിലൂടെ നല്ലൊരു റീപർച്ചേസ് വരുമാനവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓരോരുത്തരും മറ്റു കമ്പനിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പേ ഔട്ടാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എല്ലാവർക്കും പരിചിതനായ മെന്ററും അത് മോട്ടിവേറ്ററും അതിലുപരി ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റുമായ കോഴിക്കോട് പുറമേരി സ്വദേശി മിനീഷ് സാറാണ്. നമ്മുടെ KBCയുടെ അഭിമാനമായ മിനീഷ് സാറെ ഞാൻ ഹാർദമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് ശ്രദ്ധയോട് കേൾക്കാൻ വേണ്ടി മുഴുവൻ ഈ ബയോട്ടോറി കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മിനീഷ് സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് നേരത്തെ ബാബുരാജ് സാർ പറഞ്ഞ പോലെ ദൈവത്തിന് നന്ദി. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ച നമ്മുടെ CMD ഡോക്ടർ സാഗർ ജോഷി സാറിന് നന്ദി. ഈ ഒരു ഉൽപ്പന്നം, ഈ പ്രൊജക്റ്റും ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോ ഏറ്റെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ക്രോർപതി 4 കോടിക്കടുത്ത് വരുമാനം നേടിയ നമ്മുടെ മനോജ് സാറ്, അദ്ദേഹത്തിനോടും നമുക്കുള്ള നന്ദി അറിയിക്കാം. അതിലുപരിയായി ഈ സൂമിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സൂമിൽ സ്ഥിരമായി ജോയിൻ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എല്ലാവരോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ് പറഞ്ഞത്. പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തീരാത്തതാണ്. പക്ഷെ എന്നാൽ നമുക്ക് കുറെ പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വിൽക്കാം, വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗുണം, ഇതിലൂടെ ഒന്ന്, കാരണം പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത ആരും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കിട്ടിയ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഷെയർ ചെയ്യാം. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ററാക്ഷൻ വെക്കാം. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു സൂമിന്റെ പ്രത്യേകത വെച്ചാല് ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ആളുകളും ഈ സൂമിലുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആളുകളുടെ റിസൾട്ട് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്ന ആളെക്കാട്ടും കൂടുതലായിട്ട് ഉത്തരങ്ങൾ പറയുന്നത് ഇത് ഉപയോഗിച്ച വ്യക്തിത്വങ്ങളാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ മാറിയിട്ടുണ്ട്, ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോ നമുക്കൊന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒന്ന് പോകാം. ഒരിക്കൽ കൂടി ഒഫീഷ്യലി വെൽക്കം ടു ദ സൂം പ്രോഗ്രാം. നമ്മുടെ കമ്പനി
ഈവായിട്ടുള്ള നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും അതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, വിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടി ഇറക്കിയതാണ് കമ്പനി, വാങ്ങിക്കഴിക്കാൻ മാത്രമല്ല. ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിനെ കുറിച്ച് വേണ്ട ഒരു അറിവുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. കൂടുതൽ പഠിച്ച് ഇതിന്റെ ഉള്ളിലേക്കൊന്നും ചേർന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഓർലിക്സ് വാങ്ങി കഴിക്കുമ്പോൾ അത് എന്ത് മാറ്റം ഉണ്ടാകുന്ന ആലോചിച്ചിട്ടുള്ള ആളുകൾ ഓർലിക്സ് വാങ്ങുന്നു. ഒരു ഏലാതി ലേഹ്യം വാങ്ങി കഴിക്കുമ്പോൾ അതിനുള്ളിൽ എന്താണ് നോക്കിയിട്ടല്ല കഴിക്കുന്നത്, അല്ലെ? ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു പല്ല് തേക്കുന്ന പേസ്റ്റ് ഒരു പരസ്യം കണ്ടാ വാങ്ങുന്നത്. നമ്മളെ പ്രൊഡക്റ്റുകൾ അതേപോലെ തന്നെയാണ് ആളുകൾ വാങ്ങുക. നമ്മളെങ്ങനെ പരസ്യം ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. നമുക്ക് ഏതായാലും കുറെ പ്രൊഡക്റ്റിന്റെ പാക്കേജുകൾ വന്നിട്ടുണ്ട്, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ജോയിനിങ്ങിലേക്ക് ഉള്ള പാക്കേജുകളാണ്. ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്രൂട്ട്മെന്റ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ പറ്റും. 4700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 4000 രൂപ MRP ഉള്ള അൾട്രാ റിഡ്യൂസും 1500 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന മോർപ്പറും കിട്ടും. ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉപയോഗിച്ച് വീട്ടിൽ തന്നെയുള്ള കുട്ടികൾക്കോ അദ്ദേഹം ഫാമിലി കഴിക്കുന്ന സമയത്ത് 2-3 ദിവസം കൊണ്ട് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു എനർജി അദ്ദേഹത്തിന് മറ്റുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാനും നമ്മളെ കൂടെ ബിസിനസ് ചെയ്യാനും എന്ത് ചെയ്യും, മാനസികമായിട്ട് ഒരുക്കുന്നതാണ്. 7500 കൊടുത്തു കഴിഞ്ഞാൽ 3 അൾട്രാ ഫ്രീ കിട്ടും. 12000 രൂപക്ക് വേണമെങ്കിൽ അത് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 അൾട്രാ വാട്ടർ എനർജി പേഡ് എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുക. 6200 എടുത്തു കഴിഞ്ഞാൽ 5 ലെതറിന്റെ റിസ്റ്റ് ബാൻഡ് കിട്ടും, 5 സിലിക്കൺ റിസ്റ്റ് ബാൻഡ് കിട്ടും. 6000 രൂപ കൊടുത്താൽ ഇതൊക്കെ കിട്ടുമ്പോ ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. നമ്മളിപ്പോ കുറെ കാലമായിട്ട് പറഞ്ഞിട്ട് നമ്മളോട് ജോയിൻ ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു ഡെമോ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ 1500 രൂപ തന്നേക്ക്, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ 25,900 ആ പാക്കേജ്, 15,900 പാക്കേജ്. ഈ പാക്കേജുകളൊക്കെ സംസാരിക്കുമ്പോൾ ഈ പാക്കേജില് മാട്രസ് കുറിച്ച് മാത്രം ഇതുവരെ സംസാരിച്ച നമ്മൾ ഇതിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം വെച്ചത്. ഒരു 13,500 പ്രൊഡക്റ്റ് ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ തന്നെ 13,500 എങ്ങനെയാ പറയാ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്താണ് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരി എന്ന രീതിയിൽ നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ ആ വീട്ടിലിരുന്ന് ഒരു അരമണിക്കൂർ അവരോട് സംസാരിക്കുമ്പോൾ ആദ്യം അവരും നമ്മൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്ന നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ പറയാം, ഒരാള് രോഗിയാവാനുള്ള കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു, ഓക്സിജൻ ലെവൽ കുറയുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലേ. പക്ഷെ ഉള്ളിൽ ന്യൂട്രീഷൻസ് ഇല്ലെങ്കിൽ അയാൾ രോഗിയായി മാറും. അപ്പൊ ഉള്ളിലേക്ക് വേണ്ട പോഷകങ്ങളെ പ്രോപ്പറായിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അൾട്രാവറി എന്നും, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഉൽപ്പന്നമാണ് മോർ പവർ എന്നും പശുവിന്റെ നെയ്യ് അതിന്റെ സാധ്യതകളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈസി ആയി നമുക്ക് ജോയിനിങ് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ പാക്കിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വാല്യൂ പാക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാമിലി ബോണസിന്റെ കൂടെ ബൂസ്റ്റർ ബോണസും കിട്ടും. നമ്മളാണ് ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതെങ്കിൽ 50 PVക്ക് 2020, 100 PVക്ക് 4040 ബൂസ്റ്റർ ബോണസ് കിട്ടും. 100 PVയുടെ വാല്യൂ പാക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 15,000 രൂപയാണ് ഒരു കട്ട് ഓഫിൽ നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള പാക്കേജുകളൊക്കെ മാർക്കറ്റ് ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു 59,000 രൂപയുടെ പാക്കേജ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന നമുക്കും എന്താണ് ഡബിൾ ബെനിഫിറ്റ് ആണ്. 300 PV ആണ് ഇതിന്റെ റേറ്റ്, ഈ PV നിശ്ചയിച്ചിരിക്കുന്നത്. ആ 300 PV എന്ന് പറഞ്ഞാൽ 12,120 രൂപ ബൂസ്റ്റർ ബോണസ് കിട്ടും. അതേ സമയത്ത് നിങ്ങളുടെ അതർ സൈഡിൽ ആ കട്ട് ഓഫ് തന്നെ നമുക്കൊരു ബൂസ്റ്റർ ബോണസ് ബൂസ്റ്റർ പാക്ക് 100 PV അടിക്കുകയാണെങ്കിൽ 10,000 രൂപക്ക് മുകളിൽ 6,820, 4,040 എക്സ്ട്രാ കിട്ടും. എന്നാൽ 10, 12, 22,000 രൂപക്ക് മുകളിൽ സെയിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാക്കേജുകളുണ്ട്. ഇതൊക്കെ എടുത്ത് റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയൊരു ബിസിനസ്സുകാരനായി മാറാൻ പറ്റും. നല്ലൊരു ടീമിനെ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് പുതിയ പ്രൊഡക്റ്റുകൾ എങ്ങനെയൊക്കെ വിൽക്കാമെന്ന് എന്റെ പരിമിതമായ അറിവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടീം റീപർച്ചേസ് ബോണസ് ഉണ്ട് അല്ലെ? പക്ഷെ ഇത് കിട്ടണമെങ്കിൽ റീപർച്ചേസ് ചെയ്യുന്ന കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സും കസ്റ്റമേഴ്സും നമുക്ക് ഉണ്ടായിരിക്കണം.
ഈ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ വിൽക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുന്നത്, ഇതൊക്കെ വിൽക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മളെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളെ പരാജയം. കാരണം നമുക്ക് കോടികൾ മുടക്കി ഒരു ഹൈപ്പർ മാർക്കറ്റ് എടുക്കാൻ പറ്റില്ല, നമുക്ക് ലക്ഷങ്ങൾ ഇറക്കി ഒരു ചെറിയൊരു ഗ്രോസറി തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. റേറ്റ് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് റേറ്റ് ആണ്. പ്രീമിയം പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കുറച്ച് കൂടുതൽ റേറ്റ് ഉണ്ടാവും. അപ്പോ ഈ ബയോടൂറിയം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പഴയ നെറ്റ്വർക്ക് ചെയ്ത ബ്രെയിനം കൊണ്ട് നിങ്ങൾ ബയോടൂറിയത്തിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ സോഫ്റ്റ്വെയർ കയറ്റി കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമാകും. ആംബയും മോഡി കെയറും മൈലൈഫും അതേപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ചെറിയ ചെറിയ വെസ്റ്റീജ് പോലുള്ള യാക്സിയം പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് 200, 300, 500 രൂപന്റെ സാധനങ്ങളൊക്കെ വിറ്റ് 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 കഴിഞ്ഞ 10 വർഷമായിട്ടും എവിടെയും എത്താത്ത ഒരുപാട് ആളുകൾ നിങ്ങൾ കാണും. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയമാണ്, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ബയോടൂറിയത്തിന്റെ റീപർച്ചേസ് പ്ലാനിലേക്ക് പോകാൻ. കാരണം 3500 PV മാച്ച് ചെയ്തുകൊണ്ട് 44 ലക്ഷം രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന റീപർച്ചേസ് പ്ലാന് സോഫ്റ്റ്വെയറിൽ റൺ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഈ ബയോടൂറിയം. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യണം. നമ്മൾ മാറി ചിന്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് 6820 രൂപക്ക് ആയിരിക്കരുത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ടോട്ടൽ 50 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ റീപർച്ചേസ് പ്രോഫിറ്റിന്റെ 25% നമുക്ക് റോയൽറ്റി വരുമാനം തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ മാറ്റം അനിവാര്യമാണ് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ. പ്രൊഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം വെൽനസ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്കറിയാം, ഒന്ന് ഗീ. നമ്മള് ഈ പശുവിന്റെ നെയ്യിനെ കുറിച്ച് കൂടുതലൊന്നും ആളുകളോട് പറയണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ നെയ്യ് ഉപയോഗിച്ച കിട്ടുന്ന ഗുണങ്ങൾ. അപ്പൊ നമ്മളെടുത്തുണ്ട് നല്ല 100% പരിശുദ്ധമായ ഗീർ പശുവിന്റെ ഏറ്റവും പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗീ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിലപ്പുറത്തേക്കൊന്നും സംസാരിക്കേണ്ട ആവശ്യം വരാറില്ല. ഇനി നെയ്യ് കഴിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇംപ്രൂവ് ഡൈജഷൻ, ദഹനം പ്രോപ്പറാക്കാൻ സഹായിക്കും. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കും. കുട്ടികളൊക്കെ വീടുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. വെയിറ്റ് മാനേജ്മെന്റ് എന്ത് ചെയ്യും, സഹായിക്കും. ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സഹായിക്കും. തലച്ചോറിന്റെയും അതേപോലെ തന്നെ എല്ലിന്റെ ഒക്കെ ഉറപ്പിന് നല്ലതാണ്. സ്കിന്നിനും മുടിക്കും നല്ലതാണ്. ഒരു ടോട്ടൽ ബോഡി എന്തുണ്ടാവും, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ഒരു ലിറ്റർ നെയ്യ് വിൽക്കാൻ പറ്റാത്ത ഒരാളും എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നില്ല. പിന്നെ ഉള്ളത് നെയ്യിന്റെ റേറ്റ് ആണ്. നിങ്ങൾ ഏത് വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും A2 ഗീ അല്ലെങ്കിൽ ഒറിജിനല് ഗീർ പശുവിന്റെ നെയ്യോ അല്ലെങ്കിൽ വെച്ചൂർ പശുവിന്റെ നെയ്യോ ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ 1 ലിറ്ററിന് 4000 രൂപക്ക് മുകളിലാണ് വിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2400 രൂപക്ക് മന്ത്ലി സെൽഫ് റീപർച്ചേസിൽ 1 ലിറ്റർ ഗീ കിട്ടും. അതെന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഒരു 3500, 4000 രൂപക്ക് വിൽക്കാൻ പറ്റും. അപ്പോ ഇതില് വിറ്റാമിൻ A, D, E, K എല്ലാം ഉണ്ട്. omega-3 6 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം നല്ലതാണ്. നമ്മുടെ നെയ്യിലെ പ്രത്യേകത, പണ്ട് വീട്ടിലൊക്കെ കടഞ്ഞെടുത്തിരുന്ന നെയ്യായിരുന്നു. ഇതും അതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത്. ആ നെയ്യ് ഉണ്ടാക്കി തരുന്ന ഫാമിന്റെ പേര് വരെ ആ ബോട്ടിലെ പുറത്തുണ്ട്. അപ്പൊ നമുക്ക് ആരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റണം. ഇത് വിറ്റാമിൻസ് നെയ്യിന്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഇത് A2 ഗീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓവറോൾ ഹെൽത്ത്, അതേപോലെ തന്നെ ടോട്ടൽ ബോഡിയെ ഒന്ന് റിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കും. ദഹനം പ്രോപ്പർ ആക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും അതേപോലെ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ന്യൂട്രീഷ്യൻസിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഈ കണ്ടന്റുകള്, ഔഷധ ഗുണമുള്ള മൂല്യമുള്ള സാധനങ്ങൾ ബോഡിയിലേക്ക് എടുക്കുന്നതിനെ എന്ത് ചെയ്യും, സഹായിക്കും. നെയ്യ് കഴിക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. omega-3, omega-6 ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഹൃദയാഘാതം വരാതെ എന്ത് ചെയ്യും, സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്.
വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കും. നേരത്തെ പറഞ്ഞതിന് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളത് കൊണ്ട് വേദനകളിൽ നിന്ന് ആശ്വാസം കിട്ടും. അപ്പൊ ഒന്നാമത് ഈ നെയ്യ് വിൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നുള്ള ആദ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സെൽഫ് റീപർച്ചേസിൽ 5-10 നെയ്യ് വാങ്ങി വെച്ച് അത് എന്ത് ചെയ്യുക, നിങ്ങൾ പോകുന്ന വീടുകളിൽ നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ ആളുകളടുത്ത് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുന്നുള്ള. അപ്പൊ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഒരു വീട്ടില് എന്ത് ചെയ്യണ്ടു, ഒരു നെയ്യ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആജീവനാന്ത കസ്റ്റമർ ആയിട്ട് അവർ മാറിയിരിക്കും. ഉപയോഗിച്ച ആളുകൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അതേപോലെ നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സീബക്തറിന്റെ ഗുമീസും അതേപോലെ തന്നെ സീബക്തറിന്റെ സിറപ്പും. ഈ ഗുമീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂയിങ് മോഡലുള്ള ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഇല്ലേ, ചെറുത്, ആ ജെല്ലി പോലത്തെ ആ ടൈപ്പാണ്. അതേപോലെ തന്നെ അതിന്റെ പൾപ്പുണ്ട്. അത് എന്ത് ചെയ്യാ, 20 മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഇത് ഇതിന്റെ താഴെ കാണുന്ന ഒരു ചാർട്ട് കാണാൻ പറ്റുന്നത് അല്ലെ. സീബക്തറോണിലുള്ള സ്ട്രോങ്ങസ്റ്റ് സൂപ്പർ ഫുഡ് മറ്റുള്ളതിനേക്കാളും 9 ഇരട്ടി കൂടുതൽ എന്തുണ്ട്, അത് ആന്റി ഓക്സിഡന്റ് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന വെച്ചാല് ഒരു ഹിമാലയൻ മെറി എന്നൊക്കെ ഇതിന് പറയാം. ഇത് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഓഫീസേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ സീബക്തറിന്റെ ജ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇതിന്റെ എന്താ വെച്ചാൽ സർവ്വരോഗ സംഹാരിണി അല്ലെങ്കിൽ മൃതസഞ്ജീവനി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്. അതിൽ omega-3 ഉണ്ട്, omega-7 ഉണ്ട്, omega-6 ഉണ്ട്, omega-9 ഉണ്ട്. ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു ബെറിയാണ് സീബക്തറോൺ എന്ന് പറയുന്നത്. ഈ സീബക്തറോൺ വിറ്റാമിൻ സിന്റെ റിച്ച് ആണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റാമിൻ സി അത്യാവശ്യമാണ്. അതേപോലെ തന്നെ omega-3 കൂടെ അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ക്യാൻസറിനെ വരെ തടയാൻ പറ്റും. നമ്മുടെ സെല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു ടോട്ടൽ വെൽനെസ്സിന് സഹായിക്കും. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. ഈ ഹിമാചൽ പ്രദേശില്, ഹിമാലയത്തിന്റെ കാശ്മീരൊക്കെ ഉള്ള ആളുകളുടെ സ്കിന്ന് കാണാറ് നല്ല ചുളിയാത്ത, എന്താ പറയാ, കുറച്ചുകൂടി വെളുത്തിരിക്കുന്ന തുടുത്തിരിക്കുന്ന സ്കിന്ന്, അതേപോലുള്ള സ്കിന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സീബക്തറോൺ സ്ഥിരമായിട്ട് കഴിച്ചാൽ സാധിക്കും. ദഹനവും അതേപോലെ തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ട കുടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഡിറ്റോക്സ് ആൻഡ് ഓർഗൻ സപ്പോർട്ട്, എല്ലാ അവയവങ്ങളെ സംരക്ഷിക്കും. അവയവങ്ങളിലൊക്കെ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഒരു കപ്പാസിറ്റി, ഹീലിംഗ് കൊടുക്കും. ആന്റി ഏജിങ് ആണ്. സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രായത്തെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ ഉണ്ടാവും. കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഡിപ്രഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുമ്പോൾ ഈ ഡിപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതിനെതിരെ പൊരുതാൻ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. വേദനകള, വീക്കങ്ങള, നീർക്കെട്ടുകളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. ലിവറിന്റെയും പാൻക്രിയാസിന്റെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളിൽ എല്ലാം പോയിട്ട് ഒരു കസ്റ്റമറോട് പറയണ്ട. അവർക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കുക, അത് മാത്രം പറഞ്ഞാൽ. കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അവരോട് പറയാം, ഇതൊന്ന് കഴിച്ചാൽ മതി, കൊളസ്ട്രോളിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങി കഴിച്ചോളും. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഇത് ക്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാം പറയേണ്ടി വരുന്നു. പക്ഷെ നിങ്ങൾ പോയിട്ട് കസ്റ്റമറോട് എല്ലാം പറയരുത്. അവർക്ക് എന്താണ് ആവശ്യം അത് മാത്രം പറയാം. ഏറ്റവും സെയിൽസിലേക്ക് പോകുന്ന ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ വിഡ്ഢിത്തം എന്ന് പറയുന്നത്, ഒരുപാട് സംസാരിക്കും, എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ അവരോട് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് കുറച്ച് അറിവുണ്ടായിരിക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഇത്രയൊക്കെ സംസാരിച്ചത്. അതേപോലെ തന്നെ മെലറ്റോണിൻ ഗുമ്മീസ് പറഞ്ഞിട്ട് നമുക്ക് രാത്രി ഉറക്കമില്ലാത്ത ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാട്രസ് പേഡും മാഗ്നറ്റിക് വാട്ടറും കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് ഉറങ്ങും. അവരുടെ ഡീപ്പ് സ്ലീപ്പ് കിട്ടും. അവരുടെ സർക്കാഡിയൻ റിതം എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യപ്പെടും. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇന്റേണൽ ഓർഗൻസിന്റെ റിപ്പയർ ഒക്കെ നടക്കും. ഒക്കെയാണ്. പക്ഷെ നമ്മൾ പറയുന്ന 10 പേരിൽ 2 പേരല്ലേ നമ്മുടെ മാഗ്നറ്റിക് മാട്രസ് പേഡ് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാട്രസ് പേഡ് ഇല്ലെങ്കിലും, അല്ലെ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഇനി ഉപയോഗിക്കാത്ത ആളാണെങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്. ഇത് 60 ഗിമ്മീസ് ഉണ്ടാവും ഒരു ബോക്സിൽ. അതെന്ത് ചെയ്യാ, രാത്രി ഉറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നെയോ വെറുതെ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടും.
ഒരുപാട് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ സഹായിക്കും. അതില് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകളല്ല ഉള്ളത്, ബെറിന്റെ ഫ്ലേവറാണ് ഉണ്ടാവുക. അതിൽ അടങ്ങിയിരിക്കുന്ന വെച്ചാല് മെലാറ്റണിൻ എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ സസ്യങ്ങളുണ്ട്. അതായത് വെച്ചാല് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒന്ന് അമുക്കുരം, മറ്റൊന്ന് തകര എന്ന് പറയും, മറ്റൊന്ന് നമ്മൾ ഈ ചായ, ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ കണ്ടിട്ട് കമ്മോമിൽ ടീ എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ട്, ചായപ്പൊടി കിട്ടും. അപ്പൊ ഈ കമ്മോമിൽ എന്ന് പറയുന്നത് ഒരു അവിടെ കാണുന്ന ചായയിലിട്ട ആ പിക്ചർ കാണുന്ന ഒരു പൂവാണ്. അപ്പൊ അശ്വഗന്ധ, അതേപോലെ തന്നെ ഈ ഗ്രീൻ ടീന്റെ അകത്തുനിന്നും അതേപോലെ ടീന്റെ എക്സ്ട്രാക്ട് നിന്ന് എടുക്കുന്ന എൽത്താനിൻ എന്ന് പറയുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ്, ഇതൊക്കെ കൊണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ജെല്ലി നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടാൻ സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കുക, അവർക്ക് കൊടുക്കാം. ഒരാൾക്ക് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന പലരും ഉറക്കമില്ലാത്ത ആളുകളായിരിക്കും. കാരണം സ്ഥിരമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡോക്ടറേറ്റ് വരുന്ന എല്ലാ ആൾക്കാരും ഉറക്കമില്ലാത്ത ആളുകളായിരിക്കും. ഒരു കിഡ്നി പേഷ്യന്റ് കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കിഡ്നി പേഷ്യന്റ് ആയിരിക്കും. ഒരു മൂത്രാശയ സംബന്ധമായ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ കാണുന്ന ആളുകളൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ. അപ്പൊ ഈ റിലേറ്റ് ചെയ്യാൻ പറ്റും ആളുകളാണ്. അപ്പൊ നമുക്ക് കുറേ കൂടി കൂടുതൽ കസ്റ്റമർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. ഇത് റീപർച്ചേസിൽ വാങ്ങുമ്പോൾ ചെറിയ പൈസ കിട്ടും, നല്ല റേറ്റിൽ നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അറിവിലേക്ക് ഇട്ടതാണ്. കോമൺ മെലാറ്റിൻ ബ്ലെൻഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ബെനിഫിറ്റ്. മെലാറ്റിൻ ബ്ലെൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി മെലാറ്റിൻ ഹോർമോൺ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ, മെലാറ്റിനിന്റെ കൂടെ എൽത്താനൈനും അതേപോലെ തന്നെ തകരയും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാട്ടോ. അതൊക്കെ നമ്മളെ ഈ പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പറയുന്നുള്ളൂ. അതുപോലെ മെലറ്റാനിൻ പ്ലസ് മലേറിയ റൂട്ട് ഹെർബ്സ്, ഇതൊക്കെ ഉപയോഗിച്ച ഒരു 5 ഗ്രാമേ വേണ്ടു. 3 to 10 ഗ്രാമിനുള്ളിലാണ് ഇത് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ മെലാറ്റിനിൻ അശ്വഗന്ധ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്ക് കിട്ടും. മെലാറ്റിനിൻ കമോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉറക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ എന്തുണ്ട്, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളിൽ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാം, വെറുതെ ഒരു ടൈം പാസ് പോലെ ഒരു ചൂയിങ്ങം കഴിച്ച് എന്താ പറയാ ഒരു ജെല്ലിയും കഴിച്ച് ഉറങ്ങുന്ന പോലെ ഉറങ്ങിയാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും നല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ബയോ ക്ലോക്ക് ഒന്ന് റിഫ്രഷ്, ഒന്ന് സർവീസ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ബയോമാഗ്നറ്റിക് തെറാപ്പി പഠിക്കേണ്ട ആളുകൾക്കെല്ലാം പഠിക്കാനും, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് എല്ലാവർക്കും ഇപ്പം ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറയും. ആയുഷ് അംഗീകാരമുള്ളതാണ്, കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് നമ്മളെക്കാട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു. അവർക്ക് വേദനകൾ ഉണ്ടായിരുന്നില്ല, നീർക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. അവര് വീടുകളിൽ ജനിച്ച്, വീടുകളിൽ ജീവിച്ച്, വീടുകളിൽ മരിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ ജനിച്ച്, ഹോസ്പിറ്റലിൽ ജീവിച്ച്, ഹോസ്പിറ്റലിൽ മരിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം യേശുക്രിസ്തുവിന് മുന്നേയും ശേഷം എന്ന് പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും സർവ്വസാധാരണമായി. ഈ സമയത്ത് ബ്ലഡിന്റെ തിക്നെസ് കൂടുതലാണ്. ആ തിക്നെസ് നോർമലാക്കാനും സ്വാഭാവികമായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും പ്രോപ്പറായ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം. ഇത് ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ ലെവലും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ ഈ കാണുന്ന അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും, എങ്ങനെയെങ്കിലും ഈ അസുഖങ്ങളുടെ ഡിസോർഡറിലായ ആളുകൾക്ക് പ്രോപ്പറായിട്ടൊരു 4 മുതൽ 8 മാസം വരെ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുമ്പോൾ ഒരു റിക്കവറി സാധ്യമാക്കുന്ന ലോകത്തിലുള്ള ഏറ്റവും മൂല്യമുള്ള മനോഹരമായ ഒരു തെറാപ്പി സിസ്റ്റം ഉണ്ട്. അതിന്റെ പേര് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്നാണ്. അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളൊരു കസ്റ്റമർ കാണാൻ. തിരിച്ചിങ്ങോട്ട് അവർക്കൊന്നും പറയാനില്ലാത്ത തരത്തിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. നമുക്ക് തന്നെ ഉള്ളിൽ ഇതെങ്ങനെ പറയും, ഇത് 10,000 അയാൾക്ക് ഉണ്ടാവോ? പലപ്പോഴും കാണുന്നത്, നമ്മളെയും കൂട്ടി ഒരാള് ഒരു വീട്ടിൽ പോന്നു, അയാൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ അപ്ലൈൻ ലീഡർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് വാങ്ങാൻ നോക്കുമ്പോ കൂടെ പോയ ആളാ പറയാ, ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല, അദ്ദേഹം പിന്നെ വാങ്ങിക്കോളൂന്ന് പറയും. പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോകാൻ നിൽക്കരുത്. നമ്മളെ ഉദ്ദേശം സെയിൽസ് ആണ്, മാർക്കറ്റിംഗ് ആണ്. അപ്പോ അപ്ലൈൻ ലീഡറെ കൂട്ടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക. വളരെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പൈസ വാങ്ങി തരും. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും കസ്റ്റമറെ കയ്യിൽ പൈസ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നിൽക്കരുത്. ഇന്ന് ലോകത്തില് ഇതിനെ പകരം വെക്കാനോ അതേപോലെ തന്നെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ
അതിന്റെ പേര് ഈ ബയോട്ടോർ എന്നാണ്. ഇതിന് നിങ്ങൾ എന്തിനോട് ഉപമിച്ചിട്ടാണ് റേറ്റ് കൂടുതലാണ് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങളുടെ മുന്നിൽ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കണം. അതിനാണ് നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സൂമ് കയറി ജോയിൻ ചെയ്തിട്ട് ഇതൊക്കെ കേൾക്കണം പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 3 കൊല്ലവും സൂമ് കേൾക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഒരു സങ്കടം. നമ്മുടെ കൂടെ വന്ന ആളുകളെ രാവിലെ 6 മണിന്റെ സൂമിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. നമ്മൾ പ്രൊഡക്റ്റ് ഇത് എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് റീപർച്ചേസിൽ ഈ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും കിട്ടും. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തു, ആ വീട്ടിൽ ഫോളോ അപ്പിന് പോകുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പറഞ്ഞു അവർ വാങ്ങുന്നില്ല, നമ്മൾ ഫോളോ അപ്പിന് പോകുന്നു. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും ഒരാൾ പറയാണ് മൈഗ്രെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൈഗ്രെയിൻ വരുമ്പോൾ ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്ക് ഹെഡിന് കെട്ടാൻ പറ്റുന്ന അല്ലെ തലക്ക് കെട്ടാൻ പറ്റുന്ന ഹീലിംഗ് ബേഡ് ഉണ്ട്, 3000 രൂപക്ക് നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾ അന്ന് അവിടം വരെ പോകുന്ന എണ്ണ അടിക്കുന്ന പൈസയെങ്കിലും മുതലാവും. കാലിന് മുട്ടിന് വേദന ഉണ്ട് എന്നൊരു പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചറി വന്ന ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ പേഡ് കൊടുക്കാം. 2000 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോ 4000 രൂപക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് 1000-1500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഭാര്യയ്ക്ക് കൂർക്കം വലിയുണ്ട്, ഭർത്താവിന് കൂർക്കം വലിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്റെ കയ്യിലൊരു സ്നോറിംഗ് ബേഡ് ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്ക്. കണ്ണിന് പ്രശ്നമുണ്ട്, ബ്ലറാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് വന്നിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി മങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഐ ഹീലിംഗ് ബേഡ് കൊടുക്കാം. കഴുത്ത് വേദനയ്ക്ക് കഴുത്തിന് കെട്ടാനുള്ളത് കൊടുക്കാം. ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ, അതേപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ വന്നിട്ട് സ്ത്രീകൾക്ക് ഈ ഭയങ്കരമായിട്ട് തേയ്മാനത്തിന്റെ വേദനയൊക്കെ ഉള്ള ആളുകൾക്ക്, പുറം വേദന ഉള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാക്ക് ബോൺ ഹീലിംഗ് പേഡും അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ പേഡ് കൊടുക്കാം. കൈവേദന കൊടുക്കാം. ബെല്ലി, അധിക സ്ത്രീകളെയും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബെല്ലി കൂടുതലാണ്. ഫാറ്റൊക്കെ അടിഞ്ഞു കൂടി ആ ബെല്ലിയെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ബെല്ലി പേഡ് കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ബെല്ലി പേഡ് വെക്കുക. നിങ്ങൾ 10,000, 1 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വെക്കാൻ പറ്റും. അതുപോലെ വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ, കാലിന്റെ മസിൽ ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്ന ആളുകൾ, അവരൊക്കെ ഉള്ള ഒരു വീട്ടിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മൾ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ആലോചിച്ച് നോക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ വിശ്വസിക്കും. ഈ പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അവർ വാങ്ങും. നിങ്ങളോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ അവർക്ക് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം? മന്ത്ലി സെൽഫ് റീപർച്ചേസ് മാസത്തിൽ 1 ചെയ്യുന്ന മഹാന്മാരും മഹതികളും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മാസം 10ഓ 100ഓ മന്ത്ലി സെൽഫ് റീപർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആദ്യം മാറുമ്പോൾ 100 മന്ത്ലി റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 × 1000 1 ലക്ഷം രൂപ നമുക്ക് കിട്ടും. കണക്കുകൾ ശരിയാണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മള് യൂസഫ് അലി സാറ് ലുലു തുടങ്ങുമ്പോ ആദ്യകാലങ്ങൾ അദ്ദേഹം ദുബായിലുള്ള ലോക്കൽ മാർക്കറ്റിൽ സാധനം വാങ്ങി വിറ്റ് അദ്ദേഹം ഇപ്പോ തായ്വാനെന്നും അതേപോലെ തന്നെ വിയറ്റ്നാമെന്നും മറ്റുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ അവിടെ തന്നെ എന്ത് ചെയ്യാണ്? ഉൽപാദനം നടത്തി ആ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ഇപ്പോഴൊരു യുദ്ധം വന്ന് ബാക്കിയുള്ള എല്ലാ മാർക്കറ്റിലും പ്രൊഡക്റ്റില്ലാത്ത സമയത്ത് ഈ ലുലുവിൽ എല്ലാ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട് അല്ലെ? അങ്ങനെ ചിന്തിക്കണം നമ്മൾ. നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ കമ്പനി തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരു ബിസിനസ്സുകാരന്റെ രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ഈ പ്രൊഡക്റ്റുകളൊക്കെ നോർമലി നമ്മൾ സംസാരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമ്മള് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ? ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റുന്ന മോർപ്പവർ. ഈ മോർപ്പവറിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന നമ്മള് മോർപ്പവറിന്റെ 30 ഗ്രാമിന്റെ ഒരു ഡബ്ബ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബോട്ടില് ഒരാൾക്ക് കൊടുക്കാൻ മടിക്കുന്ന ആളുകളും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. 1500 രൂപയല്ലേ, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്.
ഇതൊരു സാമ്പിൾ ആണ്. ഈ ഒരു 30 ഗ്രാം നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് 100 ഗ്രാമിന്റെതും 10 ഗ്രാമിന്റെ പാക്കേജ് വാങ്ങും. അനുഭവങ്ങൾ അങ്ങനെയാണുള്ളത്. മോർപവറിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാറ്റാൻ കിട്ടുന്ന അറിവായിട്ട് കണ്ടാൽ മതി. ഒന്ന്, നമുക്ക് എപ്പോഴും നല്ല എനർജിയും സ്റ്റാമിന ഉണ്ടാവും, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. നമുക്കെന്ന് പറയുന്നത് ആദ്യം നമ്മൾ നന്നാവും, എന്നിട്ടാണല്ലോ നട്ട നന്നാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം വാങ്ങി കഴിക്കുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. സെക്ഷൽ വെൽനസ്, പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സെക്ഷൽ വെൽനസ് ആയിട്ടുള്ള ഉൽപ്പന്നം, അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ സ്ലൈഡിൽ തന്നെ വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി, ജലദോഷം, അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കൊരു പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റും. ടോട്ടൽ ബോഡിക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. എല്ലിന്റെയും പേശികളുടെയൊക്കെ ആരോഗ്യം വെക്കാൻ സഹായിക്കും മോർപവർ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ഈ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രക്തധമനികൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ചീത്ത കൊളസ്ട്രോളിനെ വരെ ഒഴിവാക്കിയെടുക്കാനും ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു മോർപവർ സഹായിക്കും. നമ്മുടെ ടോട്ടൽ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ, ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അവസ്മാരുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര റിസൾട്ട് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് കാണുന്നില്ല നിങ്ങൾ. ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കാനും. ഈ കുട്ടികൾക്ക് പണ്ട് തേനും വയമ്പും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്വർണ്ണമൊക്കെ അല്ലെ. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്താൽ പോരെ? ചെറിയ 10 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് കൊടുത്താൽ മതി. അതിൽ താഴെയുള്ള കുട്ടിക്ക് ആവശ്യമില്ല ശരിക്കത്. എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്രാം കൊടുക്കാം ഒരു ദിവസം, ഒരു നേരം. നല്ലതാണ്. കിഡ്നിയെ എന്ത് ചെയ്യും, അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. അപ്പൊ എന്തുണ്ടാവും, ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ നെഞ്ചരിച്ചല്, വയറ്റുപോച്ചല്, ഗ്യാസ് ട്രബിള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ലിവറിന്റെ ആരോഗ്യവും സ്കിന്നും തമ്മിൽ വ്യത്യാസം എന്താണ്, ഡയറക്റ്റ് ബന്ധം. അപ്പൊ സ്കിന്ന് ഏകദേശം 400-ൽ കൂടുതൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വലിയൊരു അവയവം അല്ലെ. അപ്പൊ ഈ ലിവറിന്റെ ആരോഗ്യം വെക്കുമ്പോൾ ടോട്ടൽ ഒരു ലതാർജി, ഒരു ക്ഷീണമുള്ള ആളുകൾ, എപ്പോഴും ഭയങ്കരമായിട്ട് ടയർഡായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ എനർജി വെക്കാൻ സഹായിക്കും. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു ആന്റി ഏജിങ്ങിലേക്ക് പോകും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് പൊടച്ചു കൊടുക്കാൻ പറ്റും. ആർക്കും നിങ്ങൾക്ക് പൊടച്ചു കൊടുക്കാം. നിലവിലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് കേരളക്കാർ, മലബാറികൾ എന്ന് പറയുമ്പോൾ ഈ മലബാർ ഏരിയ മാത്രമേ ഇപ്പോൾ ഇതില് ട്രിവാൻഡ്രം, കൊല്ലത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, ഒന്നുകിൽ അരിഭക്ഷണം എന്തായാലും കഴിക്കുന്നുണ്ടാവും, പിന്നെ ഒരു ചട്നി ഉണ്ടാവും, ഒരു സാമ്പാർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപയരോ എന്തെങ്കിലും കടല ഉണ്ടാവും. ഉച്ചക്ക് ചോറും കറിയും, മീൻകറിയും സാമ്പാറും, അല്ലെങ്കിൽ കുറച്ച് തോരൻ. രാത്രി വീണ്ടും ഇത് ചൂടാക്കി കഴിക്കുന്ന ആളുകളുണ്ട്, ഇല്ലെങ്കിൽ ചപ്പാത്തിന്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി. ഇതിലപ്പുറത്തേക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷൻസ് നമ്മൾ കഴിക്കാറില്ല. അപ്പൊ ആ ന്യൂട്രീഷൻസിന്റെ ഡെഫിഷ്യൻസി നമ്മളെ രോഗിയാക്കി മാറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒരു ഒറ്റമൂലി പോലെ നമ്മളെ മോർപവർ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് പോകണം. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തില് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം വന്നിരിക്കുന്ന നമ്മുടെ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, അകാലത്തിൽ തുരുമ്പെടുത്ത് പോകുന്നതിന് എന്ത് ചെയ്യും, വീണ്ടും റിപ്പയർ ചെയ്ത് നമ്മുടെ ബോഡി കോശങ്ങളെ വീണ്ടും ഹെൽത്തി ആക്കി മാറ്റാൻ സഹായിക്കും. ഞാൻ ഈ കാറിന്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. ഇതൊരു ഓക്സിഡേറ്റീവ് എന്താ പറയാ ആയതുകൊണ്ട് ഈ തുരുമ്പെടുത്ത് പോകുന്നത്. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം കോശങ്ങളെ നാശം സംഭവിക്കും. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ക്യാൻസർ ഒക്കെ വരാനുള്ള കാരണം ഈ ഫ്രീ റാഡിക്കൽസ് കൂടുന്ന സമയത്ത് സെല്ലുകൾ ഡാമേജ് ആകുന്നു. അപ്പൊ അതിനെ തടയാൻ പറ്റും. അതിന് പറ്റുന്ന കുറെ 30-ൽ കൂടുതൽ ആന്റി ഓക്സിഡന്റ് കണ്ടന്റുകളുള്ള ഒരു മിറാക്കിൾ ഉൽപ്പന്നമാണ് മോർപവർ. ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോയി, ആയുർവേദ ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിന് ബ്രോഷർ എടുത്തിട്ട് പോയാൽ മതി. ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. സാർ ഈ പ്രൊഡക്ഷൻ ഉണ്ട്, സാറിനൊന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. അത് സോറിയാസിസ് ആണെങ്കിലും, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ആണെങ്കിലും, ടൈപ്പ് 1 ഡയബറ്റിക് ആണെങ്കിലും, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കുടലുണ്ടാകുന്ന അസ്വസ്ഥതകളാണെങ്കിലും, ആമവാദം പോലത്തെ അസുഖങ്ങളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും,
ഭയങ്കരമായ രീതിയിൽ ആശ്വാസം കിട്ടാൻ വേണ്ടി മോർപോർ സഹായിക്കുന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം. ഗട്ടിന്റെ ആരോഗ്യം നല്ലതാണ്. ഈ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ടോട്ടൽ ബോഡിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും. അപ്പോ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 ഗ്രാം രാവിലെ 2 ഗ്രാം രാത്രി കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് പറയുമ്പോൾ അവര് 30 ഗ്രാമല്ല, അവര് 300 ഗ്രാം വാങ്ങി കഴിക്കും. കാരണം ഡോക്ടറെ കണ്ട് മടുത്തിരിക്കുന്ന ആളുകളായിരിക്കും പലരും. വാദം, ആർത്രൈറ്റിസ്, തേയ്മാനത്തിന്റെ വേദന, ജോയിന്റ് പെയിൻ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മോർപോർ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, മാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ തേയ്മാനത്തിന്റെ വേദന കുറവുണ്ട് പക്ഷെ മാറുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ പറയാ ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്ക്, 2-3 മാസം കഴിച്ചോ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ല് തേയ്മാനത്തിന്റെ വേദനകളെ മാറ്റിയെടുക്കാൻ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുഡ് സപ്ലിമെന്റ് ആണ് മോർപോർ. കാലുകളൊക്കെ വളഞ്ഞു പോയി ബെൻഡാകുന്ന ആളുകളില്ലേ, ഈ പിക്ചർ കാണുന്നത്, ഇതിനൊക്കെ തടയാൻ പറ്റും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ വീണ് എല്ല് പൊട്ടിപ്പോകുന്ന ആളുകൾ ഇപ്പൊ കൂടുതലല്ലേ. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബോണിന്റെ ഡെൻസിറ്റി റേഞ്ച് ഭയങ്കര വീക്കാണ് നമുക്കിപ്പോ. ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. ഈ ബ്രെയിനിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആകുമ്പോ നമുക്ക് ഉള്ളിൽ എന്ത് കിട്ടും? ഈ തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന 4 ഹോർമോൺ ഉണ്ട് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് ഡൊപ്പാമിൻ, നമുക്ക് ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ. നമ്മുടെ മൂഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്നേഹം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഡൊപ്പാമിൻ വേണം. അല്ലെ ഡൊപ്പാമിൻ കുറയുമ്പോഴാണ് കൈവിറക്കുന്നത്, അല്ലെ പാർക്കിൻസൺസ് പോലെ അസുഖങ്ങൾ വരുന്നത്. അപ്പോ ഈ ഹോർമോണിനെ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ, ഇത് കരിമ്പുണ്ട്, അതിൽ സിങ്ക് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമർക്കാസ്, കജൂർ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ ഡേറ്റ്സ്, അതേപോലെ ആൽമണ്ട്, ഇതിലൊക്കെ മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തേങ്ങയും കരിമ്പും ആൽമണ്ടും കൂടി മിക്സ് ചെയ്താൽ വരുന്ന സമയത്ത് അതിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കോക്കനട്ട്, കരിമ്പ്, ആൽമണ്ട്, അതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ബി, സി, ഇ ഇതൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. കമർക്കാസ് എന്ന് പറയുന്നതിൽ ഫുളായിട്ട് അടങ്ങിയിട്ട് ഇതൊക്കെ നമ്മളെ ടോട്ടൽ ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. ഒരാളോട് പറയുമ്പോൾ ഇതൊക്കെ അടങ്ങി എന്ന് പറയാൻ പോണ്ട, ഇതൊക്കെ അടങ്ങി എന്നുള്ളത് നമുക്കറിഞ്ഞാൽ മതി, ഇത് കണ്ടന്റ്. പക്ഷെ അവരോട് എന്താ പറയേണ്ടത്? ഇത് ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും, നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് പലർക്കും സ്ട്രെസ്സാണ്. എന്തുകൊണ്ടാണ്? സ്ട്രെസ് ഹോർമോൺ കൂടുതലാണ്. അതേസമയത്ത് അവർ എൻഹാൻസ് ചെയ്യുന്ന ഓക്സിറ്റോസിനോ സെറട്ടോണിനോ ഡൊപ്പാമിനോ ഒക്കെ എൻഹാൻസ് ചെയ്യുമ്പോൾ അത് മറ്റേത് ഓൾറെഡി സപ്രസ് ആയി പോകുമ്പോൾ അവർക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഈ മോർപോർ കഴിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ട് നല്ല ആരോഗ്യം വെക്കാനുള്ള കാരണം ഇതാണ്. അതേപോലെ തന്നെ ടോട്ടൽ നെർവ് സിസ്റ്റം, നാഡീവ്യൂഹം, നമ്മുടെ ടോട്ടൽ നെർവ് സിസ്റ്റത്തിന് ആരോഗ്യം വെക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഫങ്ഷനൊക്കെ പ്രോപ്പർ ആയിരിക്കും. സിഗ്നലൊക്കെ എവിടെയും കട്ടാകാതെ ടോട്ടൽ ബോഡിയിൽ എന്തുണ്ടാവും? ഒരു ഓളം ഉണ്ടാക്കുമ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബോഡി, നമ്മൾ എപ്പോഴും അറിയേണ്ടത്, എപ്പോഴാണോ നമ്മൾ അസിഡിക് ആവുന്നത് ആ സമയത്താണ് നമ്മൾ ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നത്, അല്ലെ. ക്യാൻസർ വരാനുള്ള കാരണത്തിന് 1930 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഓക്സിജന്റെ അളവ് കുറയുകയും അതേപോലെ തന്നെ ആൽക്കലൈൻ സ്വഭാവം മാറി അസിഡിക് ആവുകയും ചെയ്യുന്ന അസിഡോസിസും അതേപോലെ തന്നെ ഹൈപ്പോക്സിയുമാണ് ഒരു സെല്ല് ക്യാൻസർ സെല്ലായി മാറാൻ കാരണം എന്നുള്ള പഠനത്തിന് 1930 നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ എടുത്താൽ കിട്ടും. അപ്പൊ നമ്മുടെ മോർപോർ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബോഡിയുടെ pH എന്ത് ചെയ്യും? ക്രമപ്പെടുത്തും. 7.43 അല്ലെ നമുക്ക് വേണ്ടത് ഏവറേജ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ആക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ബോഡിയുടെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത്, ശരീരം ചെയ്യുന്ന സമയത്ത് ബോഡി അതിനോട് പ്രതികരിക്കും. ആ സമയത്ത് ആളുകൾക്ക്, മോർപോർ കഴിക്കുന്ന ആളുകൾക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നല്ല രീതിയിൽ നെഞ്ചരിച്ചിലുള്ള ആളുകൾ ഉണ്ടാവും, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു അന്റാസിഡ്, എന്തെങ്കിലും ഒരു എന്താ പറയാ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു ഗുളിക വാങ്ങി കഴിക്കുന്നത് നല്ലതാണ് ആദ്യത്തെ ഒരു 3-4 ദിവസം. പിന്നീട് അത് നോർമൽ ആയിക്കോളും. അപ്പൊ അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഭയങ്കര നെഞ്ചരിച്ചിലാണ് നിങ്ങൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവരോട് ഇത് കഴിച്ചാൽ നെഞ്ചരിച്ചിൽ വരില്ല എന്നല്ല പറയേണ്ടത്. അത് ശരീരത്തിന്റെ pH വാല്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഇൻഗ്രീഡിയന്റ് സഹായിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിച്ചോ, ഒന്നുകിൽ ജെലൂസിൽ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വയറ്റിപ്പോച്ചല്ലോ നെഞ്ചരിച്ചില്ലോ കഴിക്കുന്നൊരു എന്തെങ്കിലും ഒന്ന് കഴിച്ചോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് അവര് പറയുന്നത് കേട്ട് അവരെ കൂടി നിങ്ങൾ പേടിക്കാക്കരുത്. നിങ്ങളൊരു വെൽനസ് അഡ്വൈസർ ആണ്.
കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറയാം. pH കുറയുന്ന സമയത്ത് ആ മുകളിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്ന്, ഭയങ്കര ക്ഷീണങ്ങൾ ഉണ്ടാവും, നമ്മുടെ മസില് വേദന ഉണ്ടാവും, അതേപോലെ എപ്പോഴും വെട്ടി വീഴുന്നത് പോലത്തെ ഒരു അസുഖം ഉണ്ടാവും. ഈ അവസ്മാരം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകും. എന്താ പറയാ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാവും, മെന്റൽ സ്റ്റേറ്റ് വളരെ കൺഫ്യൂസ് ആയിരിക്കും. ചില ആളുകൾ കാണുന്നില്ല, എന്തെങ്കിലും പറയുന്ന സമയത്ത് അവർ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അതൊക്കെ ഈ ബോഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു റിത്തം ടോട്ടൽ ഒരു താളം നഷ്ടപ്പെടുന്നുണ്ടാണ്. ഇന്ന് നമ്മൾ ആകെ കൂടി വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആളുകളെടുത്ത് ഇതൊരു മോർ പവർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇതൊരു സെക്ഷൽ വെൽനെസിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള രീതിയിലാണ് പലരും വിൽക്കുന്നത്. ഇത് അങ്ങനെയല്ല. 10 വയസ്സിന് മുകളിലോട്ടുള്ള ആർക്ക് ഉപയോഗിക്കാം. ഈ സെക്ഷൽ വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് എറക്ടൽ ഡിസ്ഫങ്ഷൻ ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറഞ്ഞ് ഈസി ആയിട്ടും വിൽക്കാൻ പറ്റും. അവര് 100 ഗ്രാമിന്റെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങും. കാരണം പഠനങ്ങൾ പറയുന്നത് വെച്ചാല് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സെക്ഷൽ ആയിട്ടുള്ള വെൽനസ് ഇല്ലാത്തത്. പുരുഷന്മാർക്കാണെങ്കിൽ ടൈമിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്, ഉദാഹരണ കുറവ്, അതേപോലെ കൗണ്ട് കുറവ്, ഈ സ്പേമിന്റെ ക്വാളിറ്റി കുറവ്, അതുകൊണ്ട് തന്നെ ഗർഭധാരണം നടക്കാത്ത ഒരു അവസ്ഥ. സ്ത്രീകൾക്കാണെങ്കിൽ ഓവർ യൂട്രസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള സ്ട്രെസ് കൂടുതലായതുകൊണ്ട് ഒരു മൂഡ് പല പ്രശ്നങ്ങളാണ്, താല്പര്യക്കുറവ്, സെക്സിനോടുള്ള താല്പര്യക്കുറവ്. ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വെൽനസ് ഉൽപ്പന്നം കൂടിയാണ് മോർ പവർ. പഠനങ്ങൾ പറയുന്നത് 28% സ്ത്രീകളും തന്റെ പാർട്ട്ണറെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് അവർ ഈ സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി കണ്ടെത്താത്തത് കൊണ്ട്. ഇത് പറഞ്ഞ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ എൻഹാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വലതു ഭാഗത്ത് കാണുന്ന പിക്ചർ പോലെ ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് അവന്റെ ആരോഗ്യം പെർഫെക്റ്റ് ആയിരിക്കും. ബോഡി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ മോർ പവർ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഹെൽത്തി ആയിരിക്കും ആള് എപ്പോഴും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോ ഈ ഒരു ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഇങ്ങനെ കാട്ടുതീ പോലെ ഒരാള് 2 ആളോട് പറഞ്ഞ്, 2 ആള് 4 ആളോട് പറഞ്ഞ് ഒരു നെറ്റ്വർക്ക് മോഡലിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൽ വെൽനസിന്റെ കാര്യം പറഞ്ഞ് മോർ പവർ വെക്കുന്ന സമയത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റും. കീമോതെറാപ്പി എടുക്കുന്ന ആളുകൾക്കും കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഒരു റിക്കവറി സാധ്യമാക്കാനും മോർ പവർ കഴിക്കുന്നത് നല്ലതാണ്. ഇത് തടയാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ക്യാൻസർ ആവുന്നതിനെ തടയാന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റണം. ചുരുക്കി പറഞ്ഞാല് മോർ ദാൻ 160 ന്യൂട്രാസ്യൂട്ടിക്കൽസ്, വിറ്റാമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, അതേപോലെ തന്നെ അമിനോ ആസിഡും നൈട്രിക് ഓക്സൈഡും ആൽക്കലോയിഡും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഉൽപ്പന്നം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണോ ഇതിന്റെ ഈ ഇൻഗ്രീഡിയന്റിന്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ള അത് എക്സ്ട്രാക്ട് എടുത്തുകൊണ്ട് മൈക്രോ ക്ലസ്റ്ററിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു ആയുർവേദ സിദ്ധ യുനാനി കോമ്പിനേഷനുള്ള രസായനമാണ് മോർ പവർ. ഇത് വിൽക്കുന്ന നമുക്ക് ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇത് കൊടുക്കാൻ പാടില്ലാത്ത ആളുകളെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ആയുർവേദ പ്രൊഡക്റ്റുകളും ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളും നിങ്ങൾ രോഗികൾ എന്ന് പറയുന്ന ഹൈ ഷുഗറുള്ള ആളുകൾക്ക് കൊടുക്കരുത്. അത് അൾട്രാവറി ആണെങ്കിലും മോർ പവർ ആണെങ്കിലും യാതൊരു കാരണവശാലും കൊടുക്കരുത്. അതേപോലെ തന്നെ ക്രിയാറ്റിൻ കൂടുതലുള്ള, കിഡ്നി കംപ്ലൈന്റ് ഉള്ള, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കരുത്. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കും എന്ന് പറഞ്ഞത് കേട്ടിട്ട് കിഡ്നി പേഷ്യൻസിന് കൊണ്ടുപോയിട്ട് പൊടച്ച് കൊടുക്കരുത്. അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇതിൽ അവർക്ക് കഴിക്കാൻ പറ്റാത്ത കണ്ടന്റുകൾ ഒരുപാടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ അവരിത് കഴിക്കാൻ പാടില്ല. ഗർഭിണികൾക്കും ഈ പ്രൊഡക്റ്റുകളൊന്നും കൊടുക്കരുത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ബോർഡറിലുള്ള ആളുകൾക്കും ബാക്കിയുള്ള ഡിസോർഡർ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ഉണ്ടോ നിങ്ങൾ? സൗണ്ട് പോയോ? കേൾക്കുന്നില്ലേ അവരെ സാറേ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ. മോർ പവറിന്റെ ഇൻഗ്രീഡിയന്റ് ഇത്. ഇതിന്റെ പേര് പഠിക്കാൻ പോയാൽ നമ്മൾ ഇത് വിൽക്കാൻ പോവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ. ഇതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന കുറെ ഇൻഗ്രീഡിയന്റ്.
36ഓളം ഇൻഗ്രീഡിയന്റ് റെഗുലറിലും അതിന്റെ കൂടെ 8 പ്രീമിയം ഇൻഗ്രീഡിയന്റ് നമ്മുടെ മോർബാർ പ്രീമിയത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പ്രീമിയത്തില് റെഗുലറിനെക്കാട്ടും സ്വർണ്ണഭസ്മവും രജതഭസ്മവും അശ്വഗന്ധ കുർക്കുമിന് മഞ്ഞളുടെ എക്സ്ട്രാക്ട് ആണ്. അത് പാറ്റന്റഡ് ആണ്. സമി ഇലാവിന്റെ പാറ്റന്റ് ചെയ്ത കുർക്കുമിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാബറി എന്ന് പറയുന്നത് നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് ആണ്, അതും പാറ്റന്റഡ് ആണ്. ഫെനുമെനൻസ് എന്ന് പറയുന്നത് ഉലുവയുടെ കണ്ടന്റ് ആണ്, അതും പാറ്റന്റഡ് ആണ്. ഗുഡിജി ചിറ്റാമൃതിന്റെ ഇൻഗ്രീഡിയന്റ് പാറ്റന്റഡ് ആണ്. ബയോപ്രി എന്ന് പറയുന്ന കുരുമുളകിന്റെ ഉള്ളിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, അതും പാറ്റന്റ് ആണ്. ഈ 6 പാറ്റന്റഡ് ഇൻഗ്രീഡിയൻസും ടോട്ടൽ 8 എക്സ്ട്രാ എന്താ പറയുക പ്രീമിയം കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതാണ് മോർബാർ പ്രീമിയം. ഇതിൽ പഴയ കാലത്ത് എല്ലാ കറികളിലും കുരുമുളകും മഞ്ഞളും ഇടും. എന്തുകൊണ്ടാ വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ഭക്ഷണത്തിനും കിട്ടുന്ന ന്യൂട്രീഷ്യൻസിനെ അബ്സോർപ്ഷൻ കൂടുതലാക്കാൻ വേണ്ടി ഈ മഞ്ഞളും കുരുമുളകും ഒരുമിച്ച് കഴിക്കുമ്പോൾ സഹായിക്കും. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഇതിന്റെ കറക്റ്റ് ഇതിന്റെ കോർ എക്സ്ട്രാക്ട് വാല്യൂ ഇട്ടത് കൊണ്ട് ഒരു അലോപ്പതി മെഡിസിൻ ഫലിക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മോർബാർ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കണ്ടന്റുകൾ ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ കിട്ടും. നെല്ലിക്ക, ഉലുവ, ടിനോഫോളിൻ, ഇത് ഗുഡിജി എന്ന് പറയും, ബയോപ്രിൻ കുരുമുളക്, കുർക്കുമിൻ മഞ്ഞള്, സ്വർണ്ണഭസ്മം, രജതഭസ്മം, ശരംഗ്ര, അതേപോലെ തന്നെ അൽക്കാര, ഷാഹിമുന്, റോയൽ ജെല്ലി, ഇങ്ങനെയുള്ള ഇതൊക്കെ യുനാനിയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ്. ദാൽച്ചീനി നമുക്കറിയാം, ഏലം, അതേപോലെ തന്നെ ഗോൺദക്ക, ഇതൊരു മരത്തിന്റെ കറയാണ്. ഉടുക്കി, ഗോക്കുരു, കുഞ്ചബീച്ച്, കമർക്കാസ്, ഈ പേരൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തെ കൺഫ്യൂഷൻ. പക്ഷെ ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു ഫയൽ പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ആയുർവേദ ഡോക്ടറെ അടുത്തും, ഇനിയിപ്പോ ആയുർവേദ റിട്ടയർഡ് ആയ ആളുകൾ, വീട്ടിലിരിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് എടുത്തിട്ട് പോയാൽ മതി. നിങ്ങൾ സഫേദ് മുസ്ലിം, സിയാ മുസ്ലിം ഉള്ളത് കൊണ്ട് സെക്ഷൽ വെൽനസ് സാധ്യമാക്കുന്നത്. ത്രിഭംഗഭസ്മം, ഭംഗഭസ്മം, ഇതൊക്കെ അടങ്ങിയത് കൊണ്ടാണ് കിഡ്നി പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ലോഹഭസ്മം, തഴുതാമ എന്ന് വെച്ചാൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ടോട്ടൽ ഹെൽത്ത് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ച വ്യക്തിയാണിത്, ഡോക്ടർ വിനയ് ഹിവറെ എന്ന് പറയുന്നത്. ഒരുപാട് വർഷത്തെ പരീക്ഷണങ്ങൾ, ഇദ്ദേഹത്തിന്റെ സൂം പ്രോഗ്രാം നമ്മുടെ കമ്പനിയുടെ അധിക ആഴ്ചകളിലും ആഴ്ചക്ക് 1-2 സൂം പ്രോഗ്രാം ഇപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതിന് ബാക്കി പറഞ്ഞിട്ട് കാര്യമുണ്ട്. എത്ര പേര് തയ്യാറാണ്? ഒരു യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രമിക്കാം, നമുക്കൊന്ന് 10 പേരോട് പറഞ്ഞു നോക്കാം എന്ന് എന്താ പറയാ മാനസികമായി തയ്യാറെടുത്ത ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 116 പേരാണ്. ഭാസ്കരൻ, മുല്ലക്കോയ തങ്ങൾ, ജിഷില, അഗസ്റ്റിൻ സാറ്, തിലകൻ, ഹേമാവതി, പ്രീതി രതീഷ്, ഫസ്ന, ഭഗത്ത്, ബബിത എം കെ, അമ്പിളി, ജിഷില, നീത, ഫസീല, ഗിരിജ, റിച്ച് ഫാമിലി, ഗോഡംബൽ, ഓക്കെ, ബബിത മേഡം, ഹിമാവതി മേഡം, രമണി മേഡം, ബാബുരാജ് സാറ്, ഷിൻജ, റസാഖ് പട്ടാമ്പി. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാനാണോ? ടൈപ്പ് ചെയ്ത് വിട്ടോ, ഇത് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. യൂസഫ് സാർ, ഭാസ്കരൻ സാർ, ഓക്കെ, താങ്ക് യു. ഇത് എന്തിനു വിൽക്കണം എന്നുള്ളതാണ്. വിറ്റ് കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഹെൽത്ത് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി വെൽത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ നമ്മൾ ഇതിന്റെ പാക്കേജ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മോർപവറിന്റെ 2 100 ഗ്രാം 10,000 രൂപക്ക് നമുക്ക് വിൽക്കാൻ പറ്റും, 5,000 രൂപക്ക് വിൽക്കാം. അതേപോലെ തന്നെ 30 ഗ്രാമിന്റെ 6 ബോക്സ് 10,900 അല്ലെ, 6,500 കിട്ടും, നമുക്ക് 9,000 രൂപക്ക് വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ 300 ഗ്രാമും 6 ചെറുതും സാമ്പിൾ ഉള്ളതിന് 10,900 നമുക്ക് റേറ്റ്. 50 PV ഉണ്ടല്ലേ, അത് 18,000 രൂപക്ക് വിൽക്കാൻ പറ്റും.
നമ്മൾ നോർമലി ഇപ്പൊ വിൽക്കുന്ന റേറ്റ് 30 ഗ്രാം 1500, 100 ഗ്രാം 5000, 300 ഗ്രാം 15,000 രൂപക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. ഈ 300 ഗ്രാം ഞാൻ വിൽക്കുമെന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് ഇനി അങ്ങോട്ടുള്ള സൈഡ്. 27,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 30 ഗ്രാമിന്റെ മോർപ്പർ കിട്ടും. 54,000 രൂപക്ക് വിൽക്കാനുണ്ടാവും. നേരെ ഡബിൾ റേറ്റിന് വിൽക്കാനുണ്ടാവും. 44,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാമിന്റെ ബോട്ടിൽ കിട്ടും. 1,00,000 രൂപക്ക് വിൽക്കാനുണ്ടാവും. 26,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാമിന്റെ 10 ബോട്ടിൽ കിട്ടും. ഇതിന്റെ പി വിയും കൂടി നിങ്ങൾ നോക്കിക്കോ. 100 പി വി ആണ് 27,000-ന്, 26,000-ന് 100 പി വി ആണ്, 44,000-ന് 200 പി വി ആണ്. 8,050 രൂപ ബൂസ്റ്റർ ബോണസ് കിട്ടും. ഇത് ബൂസ്റ്റർ പ്ലാനിലാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. 30 ഗ്രാം മന്ത്ലി സെൽഫ് റീപർച്ചേസിൽ എടുക്കുന്ന സമയത്ത് 2,000 രൂപക്ക് 3 ബോട്ടിൽ കിട്ടും. ആകെ 667 രൂപ കോസ്റ്റ് വരും. 1,500 രൂപക്ക് വിൽക്കുമ്പോൾ 833 രൂപ പ്രോഫിറ്റ്, 56% മാർജിൻ കിട്ടും. അത് 0.25 പി വി ആണെങ്കിൽ, അത് മേച്ചി ആണെങ്കിൽ 157 രൂപ കിട്ടും. നമുക്ക് എത്ര രൂപ കിട്ടും തിരിച്ച് റീറ്റെയിൽ ചെയ്യുമ്പോൾ? 2,500 രൂപ കിട്ടും. പ്രോഫിറ്റ് ആണ് 2,500, മുതലല്ല. മുതൽ കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. 30 ഗ്രാം 27,000 രൂപക്ക് 36 പീസ് വാങ്ങുന്ന സമയത്ത് അതിന് 50 പി വി, 27,000 100 പി വി ആണ്. 100 പി വി എന്ത് ചെയ്യും? നമുക്ക് 4,040 രൂപ ബൂസ്റ്റർ ബോണസും, ആ കട്ട് ഓഫിൽ 100 പി വി മേച്ച് ചെയ്താൽ 6,820 രൂപ ഫാമിലി ബോണസും കിട്ടും. 10,860 രൂപ നമുക്ക് എന്ത് കിട്ടും? മാച്ചിങ് പി വിക്ക് ബോണസ് കിട്ടും. ഈ 750 രൂപയാണ് ഇത് കോസ്റ്റ് വരുന്നത്. ഇത് റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 27,000 രൂപ പ്രോഫിറ്റ് കിട്ടും. 27,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 54,000 രൂപക്ക് ടോട്ടൽ വിൽക്കുന്നു, 27,000 മുതലും കഴിച്ച് 27,000 രൂപ പ്രോഫിറ്റ് കിട്ടും. അതേ സമയത്ത് 100 പി വിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാല്യൂ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ബൂസ്റ്റർ പ്ലാനിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും കിട്ടും 4,040 രൂപ എക്സ്ട്രാ. അപ്പൊ 6,820 പ്ലസ് 4,040 പ്ലസ് 4,040 ആ വരുമാനം കിട്ടും. താഴെ 100 ഗ്രാമിന് 26,000 രൂപക്ക് 10 പീസ് എന്ന് പറയുമ്പോൾ 2,600 രൂപയാണ്. 5,000 രൂപക്ക് വിൽക്കുമ്പോൾ ഒരു 100 ഗ്രാം വിറ്റ് കഴിഞ്ഞാൽ 2,400 രൂപ പ്രോഫിറ്റ് ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് 300-350 രൂപക്ക് പണിയെടുക്കുന്ന ആളുകളെടുത്ത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പക്ഷേ നമ്മുടെ ടീമായിരിക്കും ഇന്ന് ഇന്ത്യയിൽ കാണാൻ പോകുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം. അവര് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മോർ പവർ വിറ്റ കഥയാണ് പറയുന്നത്. 44,000 രൂപ മുടക്കിയ 2,200 രൂപക്ക് അവർക്ക് കിട്ടും. 5,000 രൂപക്ക് വിൽക്കുമ്പോൾ 2,800 രൂപയാണ് ഒരു ബോട്ടിലിന്റെ പ്രോഫിറ്റ്. 56,000 രൂപ കിട്ടും ഫാമിലി ബോണസിന്റെ പുറമെ. ഈ തരത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് മാറ്റി നമ്മൾ ഇതിനൊന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. ഈ ഒരു അവസരം നമുക്ക് തന്നതിന് നമ്മുടെ എം ഡിയോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇത് ഡയറക്ട് സെല്ലിങ്ങിലല്ല ഇത് വിറ്റതെങ്കിൽ നമ്മളെ പോലത്തെ ആളുകൾ മുഴുവൻ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? അത് മെഡിക്കൽ ഷോപ്പുകാരൻ പറയുന്ന റേറ്റിന് വാങ്ങിയിട്ട് ഇത് ഉപയോഗിക്കും. നമ്മൾ കൊടുക്കുന്നുണ്ടാണ് ഇതിന് ഒരു എന്താ പറയാ, നമുക്ക് തന്നെ ഇത് വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന ആളുകൾ വാല്യൂ കൊടുക്കാത്തത്. ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. പിന്നെയുള്ളത് അൾട്രാബറിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അൾട്രാബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന വെച്ച് 21ഓളം ഇൻഗ്രീഡിയന്റ് ഉള്ള ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക്. ഇത് എന്തിനു വിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ക്രാൻബെറി, സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, സീവക്ത്രോണ്, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീന്, എൽഡർബെറി, നോനി, ഗ്രീൻ ആപ്പിള്, കിവി, സോപ്പ് പാൽമെറ്റോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഓരോ ഇൻഗ്രീഡിയന്റും, ഈ കറ്റാർ വാഴ ആണെങ്കിലും നമ്മുടെ ഗ്രീൻ ടീ ആണെങ്കിലും ഗോതമ്പിന്റെ ഇല ആണെങ്കിലും മക്കാർ റൂട്ട് ആണെങ്കിലും മുരിങ്ങയാണെങ്കിലും സഫേദ് മുസ്ലി ആണെങ്കിലും ഒക്കെ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ഇത് കൊടുക്കുന്ന സമയത്ത് കിഡ്നി പേഷ്യൻസിന്, ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകൾക്ക്, ഡയബറ്റിക് കൂടുതലുള്ള ആളുകൾക്ക് കൊടുക്കരുത് യാതൊരു കാരണവശാലും. അതേപോലെ തന്നെ മുലയോട്ടുന്ന അമ്മമാരും ഗർഭിണിയോട് ഇത് കഴിക്കാൻ പാടില്ല. 10 വയസ്സിന് മുകളിലോട്ടുള്ള ആർക്കും കൊടുക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക്, സ്വന്തം കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മില്ലി കൊടുക്കുക. 6-ാം കുട്ടിക്ക് കൊടുക്കാൻ പോകണ്ട. ക്ലിയർ? നല്ലൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും.
തൈറോയിഡ് നിയന്ത്രിക്കാൻ സഹായിക്കും. മാനസിക ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ടോട്ടൽ ബോഡി വൈറ്റാലിറ്റി, എനർജിയും ബലവും കൊടുക്കും. മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണങ്ങാൻ സഹായിക്കും. സ്കിന്ന് സംബന്ധമായ എല്ലാ പ്രശ്നത്തിനും, ഈവൻ സോറിയാസിസിന് പോലും ഈ 2 പ്രൊഡക്റ്റുകളും റിസൾട്ട് കൊടുക്കും. കൂടുതൽ അസിഡിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇതൊരു നല്ല പരിഹാരമാണ്. ദഹന സംബന്ധമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കും. ടോട്ടൽ ഓർഗൻസിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല ഒരു പോഷകാഹാരം, ന്യൂട്രീഷൻ പോരായ്മ ഇല്ലാതാക്കി ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ആന്റി ഓക്സിഡന്റ് കൊണ്ട് സമ്പുഷ്ടമായതിനാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളെ പോലും തടയാൻ സഹായിക്കും. അപ്പൊ ഇത് 30 മില്ലി എടുക്കുക. 30 മില്ലി ഇളം ചൂടുവെള്ളം മിക്സ് ചെയ്തതിനു ശേഷം വെറും വയറ്റ് രാവിലെ ഒരു നേരം കഴിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 15 മില്ലി രാവിലെയും 15 മില്ലി വൈകുന്നേരമായിട്ട് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. നിങ്ങൾ ഇത് അൾട്രാവരിയും മോർക്കോറൊക്കെ കഴിക്കുകയാണെങ്കിൽ, രണ്ടും ഒരുമിച്ച് കഴിക്കരുത്, ഏതെങ്കിലും ഒന്നേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്കിന്ന് ആന്റി ഏജിങ്ങിലേക്ക് പോയി സ്കിന്നൊക്കെ നല്ല ഭംഗിയുള്ള സ്കിന്നായിട്ട് മാറാൻ സഹായിക്കും. ഉള്ളിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, ക്ലെൻസിങ് നടക്കുമ്പോൾ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഹെൽത്തിയായി അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കും. നിലവിലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് ഡിസീസ് നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ആന്റി ഏജിങ് ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ക്രാൻബെറി, യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയാ ഒരു ബെറി, ഏറ്റവും ഉദാത്തമായ ഒരു ബെറിയാണ്. അത് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ആരോടും, ഏത് സ്ത്രീകളോടും നമുക്ക് പറയാൻ പറ്റും. കൂടുതലും യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തടയാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ഇതിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, മലയാളത്തിലുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഈ ഫയല് മനോജ് സാറിന് അയച്ചു കൊടുക്കാം. മക്ക റൂട്ട് BP നോർമലാക്കാൻ, അതേപോലെ തന്നെ സമ്മർദ്ദം കുറക്കാൻ സഹായിക്കും. എല്ലിനും ചർമ്മത്തിനും ഗുണം ചെയ്യും. സ്ട്രോബെറി, ഈ സ്ട്രോബെറി ഉള്ളതുകൊണ്ടാണ് ഈ ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വിറ്റാമിന്, ഹൃദയാരോഗ്യം, കണ്ണിന്റെ ആരോഗ്യം, ചർമ്മത്തിന്റെ ആരോഗ്യം. ഓക്കെ, ഇതൊക്കെ ഈ സ്ട്രോബെറിന്റെ ഗുണങ്ങൾ. കിവിയുടെ ഗുണങ്ങൾ, ആന്റി ഓക്സിഡന്റ് ആണ്, എൻസൈമാണ്, വിറ്റാമിൻസ് ആണ്. കിവിപ്പഴം സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ ഭക്ഷണം എന്ന് പറയും. അപ്പൊ പനി വന്നു കഴിഞ്ഞ് കൗണ്ട് കുറഞ്ഞാലാണ് നമ്മളാകെ കിവി വാങ്ങി കഴിക്കുക. കാരണം ഇതിന് വില കൂടുതലാണ്, കഴിക്കാൻ പറ്റില്ല. മുരിങ്ങ ഇല എപ്പോഴും എനർജി, അയൺ കണ്ടന്റ് അടങ്ങിയ ഒരു സാധനം. പ്രതിരോധ ശേഷി, ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നീർക്കെട്ടുകൾ തടയാൻ പറ്റും. ഹൃദയത്തെ പരിപാലിക്കും. ഇത് ഈ മുരിങ്ങന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങളാണെന്ന് കറക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ. കാരണം നമുക്ക് മുരിങ്ങ മാത്രമുള്ള ഒരു പുറത്തിറങ്ങാൻ പോവാണ്. ബ്ലാക്ക് കറന്റ് കണ്ണിന്റെ ആരോഗ്യം നല്ലതാണ്. കിലോ 5000 രൂപക്ക് മുകളിൽ വിലയുള്ള സാധനം ഇത്. അപ്പം ഗ്രീൻ ആപ്പിൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഈ ആപ്പിളിന്റെ ഒക്കെ ഗുണങ്ങൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ. നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തത്. വാർദ്ധക്യ ലക്ഷണങ്ങൾക്ക് എതിരെ പൊരുതുന്നതാണ് ആപ്പിൾ. ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നല്ല. മുടിയുടെ ആരോഗ്യം നല്ലതാണ്. മാംഗോസ്റ്റീൻ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ പറയാൻ നിന്നാൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം സംസാരിക്കാനുണ്ടാവും. അശ്വഗന്ധ പൗഡർ, ഡ്രാഗൺ ഫ്രൂട്ട്, കുടലിലെ ബാക്ടീരിയക്ക് ഏറ്റവും എന്താ പറയാ ബാക്ടീരിയക്കുള്ള ഭക്ഷണം. നമ്മൾ എന്താ പറയാ പ്രീബയോട്ടിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈഗ്രെയിൻ ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് കുടലിൽ ശുദ്ധീകരിക്കാൻ പറയാം അല്ലെ. ഇതിലുള്ള പല ഇൻഗ്രീഡിയന്റും ഏറ്റവും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും. omega-3, omega-9 ഒക്കെ അടങ്ങിയതുകൊണ്ട് ഹാർട്ടിന്റെ ബ്രെയിനിന്റെ ഒക്കെ ഫംഗ്ഷൻ പ്രോപ്പറാക്കാൻ സഹായിക്കും. ബീറ്റ് ഗ്രാസ് നമ്മൾ ആകെ കൊല്ലത്തിലാകെ 1 കിലോ വാങ്ങി കഴിച്ചാലായി നമ്മളൊക്കെ അവസ്ഥ അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രീമിയം ഇൻഗ്രീഡിയന്റ് ആണ് ഇതിലുള്ളത്. ഇതൊക്കെ പറഞ്ഞു വേണം ഒരാളെ കൺവിൻസ് ചെയ്യാൻ. ബീറ്റ് ഗ്രാസ് പൗഡർ, ഇതിപ്പം ബീറ്റ് ഗ്രാസിന്റെ പൗഡർ മാത്രം വാങ്ങാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇതിന്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. നോനി, സർവ്വരോഗ സംഹാരിണി, വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്ക്രീൻഷോട്ട് എടുത്തോ. ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട്, സിന്നമൺ പൗഡർ, നമ്മുടെ കറുകപ്പട്ട. ഇൻസുലിൻ എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഹെൽപ്ഫുൾ ആക്കുക. ഭക്ഷണത്തിലൊക്കെ പണ്ട് ചേർക്കാറുണ്ട്, ഇപ്പം ചേർക്കാറുണ്ടോ അറിയില്ല. സിവക്ത്രോണിന്റെ ഇത് സ്ക്രീൻഷോട്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചോ. കാരണം സിവക്ത്രോൺ പൾപ്പ് മാത്രം വിൽക്കാൻ പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മള് ഹിമാലയത്തിൽ നിന്ന് എത്രയോ 3000 അടി മുകളിൽ നിന്നാണ് ഇത് പറിച്ചെടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ പാൽമെറ്റോ, ഒരു ഇന്ത്യയിലുള്ള ഒരു പ്രൊഡക്റ്റിൽ ഈ ഇൻഗ്രീഡിയന്റ് ഉണ്ടാവില്ല. തെക്ക് കിഴക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വദേശിയായ സോ പാൽമെറ്റോ എന്ന് പറയുന്നത് പുരുഷന് വരുന്ന പ്രോസ്റ്റേറ്റ് വീക്കത്തിനെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും തടയാൻ എന്ത് ചെയ്യും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്.
ഒരു പുരുഷന്റെ സെക്സ് ഡ്രൈവിന് ആവശ്യമായ ടെസ്റ്റോസ്റ്ററോണിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, മുടി കൊഴിച്ചിൽ തടയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് അടങ്ങിയിരിക്കുന്ന ആരോട് നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയന്റ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഇന്ത്യയെ കിട്ടില്ല. അലോവേര നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. സഫേദ് മുസലി, ഇതിന്റെ പേര് തന്നെ കാമഭ്രാന്ത് എന്നാ വിളിക്കുക. ഗ്രേപ്പ് സീഡ്, മുന്തിരിയുടെ എക്സ്ട്രാ കണ്ണിന്റെ സ്ട്രെസ് കുറക്കും, കണ്ണിന്റെ ആരോഗ്യത്തിന് ബെസ്റ്റ് ആണ്. നമ്മൾ മുന്തിരി നിന്ന് ഒരു തുപ്പിക്കളയുന്ന ആളുകളാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഈ എക്സ്ട്രാക്ട് ആണ്. നാസല അല്ലെങ്കിൽ മൂക്ക് ഇടയ്ക്കിടെ ജലദോഷം അലർജി വരുന്ന ആളുകൾക്ക് നല്ലതാണ്. ബ്ലൂബെറി എക്സ്ട്രാക്ട്, എൽഡർബെറി എക്സ്ട്രാക്ട്, വിറ്റാമിൻ സി, ക്യാൻസറിനെ ചെറുക്കും, ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇതില് സ്വീറ്റ്നറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പഴച്ചാറുകളാണ്. അതുകൊണ്ട് തന്നെ 21 ഈ ഇൻഗ്രീഡിയന്റും അതിന്റെ കൂടെ പഴച്ചാറുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. കുറെയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കും. ഈ അൾട്രാവറിയും മോർപവറും ഒക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് മനോജ് സാറിലേക്ക് പോവാം. അവരെ സാർ. ഓക്കെ താങ്ക് യു സാർ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ കുറിച്ച് വളരെ വിശദമായി തന്നെ മിനി സാർ പറഞ്ഞു. കൂടുതലായിട്ട് മോർപവറിനെ കുറിച്ചും അൾട്രാബെറി ജ്യൂസിനെ കുറിച്ചുമാണ് അദ്ദേഹം വിശദീകരിച്ചതെങ്കിലും മറ്റു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടി പറയണമെങ്കിൽ ഈ സമയമൊന്നും പോരാ. ഇനിയും ഈ 17-ാം തീയതി തന്നെ നമ്മുടെ CMD കുറെ പിന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ സംസാരിക്കും. ഏതായാലും ഞാൻ മനോജ് സാറെ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് കൂടാതെയുള്ള മറ്റ് ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് മിനീഷ് സാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളറിയാം, നമ്മൾ പലരും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, റിസൾട്ടുകൾ കിട്ടിയ ആളുകളാണ് 90% ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ. കാരണം ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ആണല്ലോ, പുതിയ ഗസ്റ്റുകളൊന്നും ഇതിനകത്തില്ല. ഓരോ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ റിസൾട്ട് 100% കിട്ടുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ചെറിയ വിലയുണ്ടാവും. പ്രീമിയത്തിന് എപ്പോഴും വില കൊടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 4 ഷർട്ട് 100 രൂപക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു ഷർട്ടിന് 4000 5000 കൊടുക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ പ്രീമിയത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഓരോ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതെല്ലാം ആദ്യം നമ്മൾ സ്വയം വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്യാൻ. എത്ര പേര് ഇതിൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആദ്യം നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തണം. ഇത് 2 രീതിയിലും പർച്ചേസ് ചെയ്യാം. ഒന്ന് നമ്മളെ ഫസ്റ്റ് ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം, അത് റീറ്റെയിൽ ചെയ്യാം. രണ്ടാമത് റീപർച്ചേസിലൂടെ പർച്ചേസ് ചെയ്യാം, അത് റീറ്റെയിൽ ചെയ്യാം. കുറെ പ്രൊഡക്ട്സുകൾ അടുത്ത ദിവസങ്ങളിൽ ഡാഷ്ബോർഡിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ദീപക്ത്രോൺ മുതൽ ഇങ്ങോട്ട്, നമ്മുടെ മുരിങ്ങയുടെ അബ്സ്ട്രാക്ട് മുതൽ ഇങ്ങോട്ട്, മൾട്ടി വൈറ്റമിൻസ് മുതൽ ഇങ്ങോട്ട്, ഹെർബൽ ടീ മുതൽ ഇങ്ങോട്ട് ഒരു നിരവധി പ്രൊഡക്ട്സുകൾ ഇപ്പോൾ റീപർച്ചേസിൽ അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആ റീപർച്ചേസായിട്ട് ബന്ധപ്പെട്ട ആ PDF ഇന്നലെയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കുക. ഇനിയും പ്രൊഡക്ട്സുകൾ വരും, ഒരു സംശയം വേണ്ട കാര്യം. അതുകൊണ്ട് സാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നടപ്പിലാവും. അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ക്ഷമയുണ്ടാകണം. ക്ഷമയില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ ഡയറക്റ്റ് സെല്ലിംഗിൽ വിജയിക്കാൻ ഇല്ലേ? അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. വെറും 4 പ്രൊഡക്റ്റ് കൊണ്ട് വന്ന ആളുകളാണ് ഞാനൊക്കെ. അന്ന് മാട്രസ് പാഡ്, പില്ലോ പാഡ്, നമ്മുടെ സലീം കേക്കടി ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് സുഹൃത്തുക്കളെ 300 കോടീശ്വരന്മാരെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട. ഇനിയും വരും പ്രൊഡക്ട്സുകൾ. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. ആ പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങുക. എല്ലാം ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചു തന്നെ. ഇത് നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യാണ്. മനസ്സിലായി?
ഇത് ഏകദേശം ഞാനിപ്പോ ഒരു 10 ബോട്ടിലധികം ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ കഥ പറയുന്നല്ലേ ഇത്, മനസ്സിലായി? അടുത്തത് ഇത് നമ്മുടെ അൾട്രാബെറി ജ്യൂസാണ്. ഇത് ഇന്നലെ വന്നതാണ്, പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അൾട്രാബെറി ജ്യൂസ് ഇതൊക്കെ ഡെയിലി വാങ്ങി ഉപയോഗിക്കണം, വെറുതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്രാബെറി ജ്യൂസ് ഇത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോഡക്റ്റ് ആണ്. ന്യൂട്രോ മിക്സ് പ്രോട്ടീൻ പൗഡർ അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിന്റെ ഫോട്ടോ കണ്ടു കാണും ഗ്രൂപ്പിലൊക്കെ. ഇത് സാധനം വാങ്ങിച്ചാണ്. അടുത്തത് നമ്മുടെ മെലാട്ടോൺ, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നല്ലൊരു ചോക്ലേറ്റ് മോഡൽ, ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ കഴിക്കുക. അത് കെമിക്കലൊന്നും ഇല്ല കേട്ടാ, അതിനകത്ത് നോ കെമിക്കൽസ്. അത് നമ്മൾ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ മെലാട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺ ബോഡിയിൽ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് ചോക്ലേറ്റ് ആണ്. കണ്ട, ഇത് ഒരെണ്ണത്തിൽ 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണം ഉണ്ടാവും. ഇങ്ങനെയുള്ള 6 എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. പൊട്ടിച്ചിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കാം. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരെണ്ണം ഒരാൾക്ക് കൊടുക്കാം. 10 ദിവസം ഉപയോഗിക്കാനുള്ള ഉണ്ടാവും. 4 ഉറക്കം കിട്ടുമ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും, എനിക്ക് താഴെ ഒരു എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് വരും. അല്ലേ? അടുത്ത ദിവസം നിങ്ങൾക്കെല്ലാം അത് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. നിരവധി പ്രൊഡക്ട്സ്. ഇത് മോർ പവറിന്റെ പ്രീമിയത്തിന്റെ പാക്കേജാണ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മോർ പവർ കാണുന്നുണ്ടല്ലേ? ഇതൊക്കെ വാങ്ങണം, ഉപയോഗിക്കണം. വെറുതെ കഥ പറഞ്ഞതിനെക്കൊണ്ട് കാര്യമില്ല അല്ലെ? ഒരാളുകൾക്ക് കൊടുക്കുക മോർ പവർ. ഇതുപോലെ നിരവധി പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. അതുപോലെ ബോഡി പാർട്സുമായിട്ട് ബന്ധപ്പെട്ട ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഇല്ലേ? കുഷ്യൻ സീറ്റ് കവർ, ഇത് നമ്മൾ ചെയറിൽ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ട്. 2000 രൂപയുള്ളൂ ഇതിന്. 24 മണിക്കൂർ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ ഇതെന്ത് ചെയ്യാം, നിങ്ങളുടെ കസേരയിൽ ഇടുക. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല സാർ, അത് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. ഇത് ചെയർ കുഷൻ പാഡാണ്. നമ്മൾ കസേരയിൽ ഇട്ടിരിക്കുക. സ്ഥിരമായിട്ട് അതിനകത്തിരുന്ന ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് നമ്മുടെ മൈഗ്രെയിൻ തലയിൽ ഇങ്ങനെ വെക്കാനുള്ള മൈഗ്രെയിൻ മനസ്സിലായില്ലേ? തലവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡ് ഇങ്ങനെ വെക്കുക, പിന്നെ കുറച്ചു നേരം ബാക്കിലേക്ക് വെക്കുക, തിരിച്ചും വെക്കുക. മനസ്സിലായി? യാത്രയൊക്കെ ചെയ്യുമ്പോൾ ട്രെയിനിലേക്ക് പോകുമ്പോൾ ഇത് ഇങ്ങനെ വെക്കുക. ഞാൻ യാത്രയൊക്കെ പോകുമ്പോൾ ഇത് വെച്ചിട്ട് പോകും. മനസ്സിലായി? രാത്രിയിലൊക്കെ പകലും ഇത് വെക്കുക, ഒരു കുഴപ്പവും. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എത്രയോ പ്രൊഡക്ട്സ് വാങ്ങാനും റീറ്റെയിൽ ചെയ്യാനും ഇവിടെ സാധിക്കും. ഇത് നമ്മളെ ഐപാഡാണ്, കണ്ണിന് വെക്കാനുള്ളതാണ് അല്ലെ? കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പാഡാണ് ഐപാഡ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണ് രാത്രി കിടക്കുന്ന സമയത്ത് ഇത് വെക്കാൻ പറ്റില്ല. ഇത് അടച്ചാൽ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല കേട്ടാ. കണ്ണൊക്കെ നല്ല ചെറുപ്പക്കാരന്റെ കണ്ണുകളെ പോലെ തിളങ്ങാൻ വേണ്ടി തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത് അല്ലെ? കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ പ്രപഞ്ചം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല, ഈ മനോഹാരിത ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രാത്രി വാങ്ങിയിട്ട് കിടക്കുന്ന സമയത്ത് കണ്ണിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കുക അല്ലെ? അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ വാങ്ങണം. വെറുതെ കഥകളുണ്ട്. ഇത് ബില്ലി പാഡ് അല്ലെ? നമ്മുടെ വയറിന്റെ വലിപ്പം അല്ലെ? വയറ് തള്ളി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതെന്ത് ചെയ്യാം, ഇത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. രാത്രിയിലോ പകലോ എപ്പോ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ബില്ലി പാഡ് അല്ലെ? ഇങ്ങനെ നിരവധി പ്രൊഡക്ട്സുകൾ ഇപ്പൊ ഞാൻ വാങ്ങിച്ചത് മാത്രം ഇപ്പൊ കാണിച്ചതാണ്. ഇനി അടുത്തതെല്ലാം വാങ്ങാൻ വേണ്ടി പോവാണ്. ഓരോരോ പ്രൊഡക്ട്സുകൾ ഓരോരോ റീപർച്ചേസിൽ വരുമ്പോ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണിത്. ഓരോ ഓർഗൻസിനെയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ്. എല്ലാ പ്രൊഡക്ട്സും വാങ്ങുക, ഉപയോഗിക്കുക, അതിനുശേഷം റെക്കമെൻഡ് ചെയ്യുക, അതിനുശേഷം റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ബൈ ദ പ്രൊഡക്ട്സ്, യൂസ് ദ പ്രൊഡക്റ്റ് അല്ലെ? ദെൻ ലവ് ദ പ്രൊഡക്ട്സ്, ദെൻ എന്ത് ചെയ്യുക, ഷെയർ ദ പ്രൊഡക്റ്റ്. അപ്പൊ റിക്രൂട്ട്മെന്റും റീപർച്ചേസും നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വാങ്ങുക, ദിവസങ്ങൾ വാങ്ങുക. ബില്ലിപ്പേഡിന്റെ ആക്ഷൻ വയറ് കുറയാനുള്ള കണ്ടില്ലേ? ഇത് നീളത്തിൽ കാണും. ഇത് വയറിന് ചുറ്റി കിട്ടുക കേട്ടോ. ഇത് വയറ് കുറഞ്ഞ പാഡ്. അങ്ങനെ ഓരോരോ പാഡ് ഉണ്ട്. കാലിന് വെരിക്കോസ് പാഡ് ഉണ്ട്, വെരിക്കോസ് പാഡ് ഉണ്ട്. അതുകൊണ്ട് അത് അകത്തായി പോയി, ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് വെരിക്കോസ് പാഡ് പറഞ്ഞാൽ വെരിക്കോസിന് മാത്രമല്ലത്. അത് നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് കാലിന്റെ മസിൽസ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ രാത്രി കിടക്കുമ്പോൾ അതിന് 2 കാലിലും ചുറ്റി കെട്ടി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ ഹാർട്ടിൽ നിന്ന് വന്നിട്ട് കാലുകളിലേക്ക് വന്ന് അത് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യില്ല. മനസ്സിലായ? കാലിന്റെ മസിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ മസിൽ വർക്ക് ചെയ്യില്ലെങ്കിൽ വെരിക്കോസ് വരാൻ തുടങ്ങും, ബ്ലഡ് അങ്ങോട്ട് ഒഴുകില്ല, മെല്ലെ ഒത്തിരി പ്രോബ്ലംസ് വരും, സ്ട്രോക്കിലേക്ക് വരെ പോകാം.
അതുകൊണ്ട് കാലിന് അത് അകത്തുണ്ട്, ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. രാത്രി കിടക്കുമ്പോൾ കാലിന് കെട്ടുക. ചന്ദ്രനിൽ പോകും പോലെയാണ് രാത്രി കിടക്കുമ്പോൾ കാലിന് കെട്ടുക, നെറ്റിയിൽ മറ്റേ ഇത് കെട്ടുക, പിന്നെ കണ്ണിന് ഇത് വെക്കുക. പിന്നെ എനിക്ക് പിന്നെ വയറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായ? വയറിന് കെട്ടുക, എല്ലാം കൂടി കെട്ടിയിട്ട് അങ്ങോട്ട് കിടന്നവര്. പുതപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഇതിന്റെ തന്നെ നല്ല ചൂട്ട് കിട്ടും, മനസ്സിലായില്ലേ? കിടക്കാൻ പോകുന്നതിന് മുമ്പേ നല്ലൊരു അൾട്രാബെറി ജ്യൂസ് ഇച്ചിരി കഴിക്കുക. ഒരു ദിവസം അൾട്രാബെറി ആണെങ്കിൽ ഇനി സീബക്ത്രോൺ വരികയാണ് അല്ലേ? സീബക്ത്രോൺ എല്ലാവർക്കും കഴിക്കാം. സീബക്ത്രോൺ എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിന്, കിഡ്നി പേഷ്യൻസിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത്. അത് കണക്ക് എല്ലാ മുഴുവൻ ആളുകൾക്കും സീബക്ത്രോൺ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സീബക്ത്രോൺ കഴിക്കുക. ഇങ്ങനെ കുറേശ്ശെ നമ്മൾ മാറുമ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറും. ഹെൽത്ത് പ്ലസ് വെൽത്ത്, വെറുതെ പറയുന്നതല്ലേ ഇത്. ആരോഗ്യത്തോടൊപ്പം സമ്പത്തും കിട്ടും ഇല്ലേ? ആരോഗ്യം എങ്ങനെ കിട്ടുന്നു, അതിനേക്കാൾ ഉപരി സമ്പത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിന്റെ പ്രചാരകരാകുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ ഉപഭോക്താക്കളാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, സമയത്തിന് വൈകി. എന്തായാലും അടിപൊളിയായിട്ട് ഇന്ന് നമ്മുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ മിനീഷ് സാറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദിയും ബഹുമാനവും ആദരവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബിഗ് കൺഗ്രാറ്റുലേഷൻ മിനീഷ് സാർ. ഇനിയും നിങ്ങൾ ഇതുപോലുള്ള അവസരങ്ങൾ ആഴ്ചയിൽ 1-2 ഇതുപോലെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം. ഇതെല്ലാം കേട്ട് അപ്പുറത്തെ വിട്ടു. കുറെ ആളുകളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇടക്കിടക്ക് ആവർത്തിച്ചു കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ ഇല്ലേ? പണ്ട് സ്കൂളിൽ പറയും അധ്യാപകർ, പിള്ളേര് നന്നാവണമെങ്കിൽ ചൂരൽ കഷായം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചൂരൽ പോയിട്ട് ചൂരൽ നോക്കാൻ പോലും പാടില്ല അധ്യാപകര്. അങ്ങനെ ഇടക്കിടക്ക് ഒരു ചൂരൽ കഷായം കൊടുക്കും പോലെ നമുക്ക് രാവിലെ മോർണിംഗ് ട്രെയിനിങ് കൃത്യമായിട്ട് നമുക്ക് കൊടുത്താൽ കുറേയും കൂടി എഫക്റ്റീവ് ആവും. അതുകൊണ്ട് അവസരം എവിടെയുണ്ട്, എനിക്ക് അത്രേ പറയാനുള്ളൂ. കുറ്റപ്പെടുത്താനും കൂടെ അവസരമുണ്ട്, രക്ഷപ്പെടാനും കൂടെ അവസരമുണ്ട്, രണ്ടിനും അവസരമുണ്ട്, മനസ്സിലായ? കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് അല്ലെ, നെഗറ്റീവ്സ് കാണുന്ന ആൾക്ക് ആ നെഗറ്റീവ്സ് കണ്ടുകൊണ്ടേയിരിക്കാം. ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ കാണുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ഞാൻ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളായതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയും ഭാഷയും ഒക്കെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലരും ഫീൽഡിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു എന്നുള്ളതാണ് അല്ലെ? അതുകൊണ്ട് ഇത് പൊളിയാൻ പോകുന്ന കമ്പനിയല്ല, ഇത് നമ്പർ 1 ആകാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തില് ഇല്ലേ? ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്താനുള്ള ആവേശവും ആർജവും തന്റെ ഇടവും കഴിവുമുള്ള മഹത് വ്യക്തിത്വമാണ് നമ്മളെ പ്രിയങ്കരനായ സാഗർ ജോഷി സാർ. അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള വർത്താനങ്ങൾ കേട്ടിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. 100% ഇല്ലേ പവർഫുൾ ആയിട്ട് ഈ കമ്പനി മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങ ആളുകളോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു ആത്മബോധം നിങ്ങൾക്ക് ഉണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാകണം. കൊടുത്ത ആളുകൾക്കെല്ലാം തന്നെ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഏറ്റെടുക്കുക, ഹൃദയം തൊട്ട് ഏറ്റെടുക്കുക. ഇതുപോലുള്ള കമ്പനികൾ മാത്രമാണ് സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിങ്ങിൽ നിലനിൽക്കുകയുള്ളൂ. ഒരു സംശയം വേണ്ട. നിലനിൽക്കുന്ന ഒരു കമ്പനിയുടെ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഇത് ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും മനസ്സും ശക്തിയും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശനിയാഴ്ച, നാളെ സൂം മീറ്റിംഗ് ഉണ്ടാവും രാത്രി. എല്ലാവരും ആ പ്രോഗ്രാമിൽ പരമാവധി പുതിയ ഗസ്റ്റുകളായിട്ട് വരണം. തിങ്കളാഴ്ച കോട്ടയം BOP ആണ്, ചൊവ്വാഴ്ച 2 പ്രോഗ്രാമാണ് നടക്കുന്നത്. ഒന്ന് പാലക്കാട് BOP, അതേപോലെ തന്നെ ഇടുക്കി ചെറുതോണി BOP ആണ് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്കുമുള്ള പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രോഗ്രാം സെന്ററുകളാണ് നമ്മുടെ സജീവമാക്കേണ്ടത്. അവിടെയാണ് നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ കുറെ BOPക്ക് പോയതല്ലേ, ഇനി എന്തിനാ പോകുന്നതെന്ന് വിചാരിച്ച്, നല്ല ചൂടല്ലേ എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കരുത് പ്ലീസ്. ചൂട് വരും, തണുപ്പ് വരും, ഒക്കെ വരും. വെള്ളം നന്നായി കുടിക്കുക. മാഗ്നറ്റൈസ്ഡ് വാട്ടർ നിങ്ങളുടെ ബാഗിൽ വെക്കണം. വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഈ ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. എല്ലാവരും പ്രോഗ്രാം സെന്ററിലേക്ക് സജീവമാകുക. വിജയത്തിൽ കുറഞ്ഞൊന്നും നമുക്ക് ലക്ഷ്യമില്ല. മിനിമം 1 CR എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് വരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കോളൂ. ഇതേ സ്പീഡ് പോയാൽ 2030 ആകുമ്പോഴേക്കും വലിയ അച്ചീവേഴ്സിനെ നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. അങ്ങനെ 100 കണക്കിന് അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസകളോടെ ഒരിക്കൽ കൂടി മിനീഷ് സാറിനും ബാബുരാജ് സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇവർ.